ആ ഈ ഇവിടെ കണ്ണാന്റെ മുന്നൊക്കെ ഒന്ന് കോപ്രായം കളിക്കാം. സൈനവാ ഈ ഒന്നുകൊണ്ട് വന്നാ എന്റെ വീട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാര് വരുന്നുണ്ട്. കുറച്ച് ആൾക്കാരെ പോയി നല്ല കോഴിക്കറി ഉണ്ടാക്കിയ. എനിക്ക് വയ്യ, ഞാൻ മേക്കപ്പ് ഇട്ടേക്കാണ്. ഇനി ഉള്ളിൽ തക്കാളി കരിഞ്ഞ് എനിക്ക് കൈയും കാലും വൃത്തിയാക്കാൻ വയ്യ. ഈ വള കൊണ്ടുള്ള ഇടങ്ങാറ് അവിടെ കാണാൻ മടിയിൽ വെക്കാം. ഞാൻ അവരുടെ കോഴിക്കറി വെച്ച ഇപ്പൊ പേരെടുക്കാൻ പോയവന് ഇരട്ട പറ്റുന്ന അവസ്ഥ അവളെ അവസ്ഥ. എന്നിട്ട് എന്താ കാര്യം, ഒരു കറി ഉണ്ടാക്കണമെങ്കിൽ ഇപ്പോ ഈ അയമീന്റെ കറിപ്പൗഡറിന്റെ കാര്യമുള്ളൂ. ഇത് കണ്ട ഈ അയമീൻ കറി ഇത് മതി, ഇതിലൊന്നും വേണ്ട. ഇതൊന്ന് കുറച്ച് കഴിച്ചു നോക്കി, മസാല ടേസ്റ്റ് ഒന്ന് നോക്കി. എന്ത് ടേസ്റ്റാ! അതാ പറഞ്ഞത്, ഉളുക്ക പറഞ്ഞ മമ്പ ഉളുക്കാനെന്ന പിരാന്ത് എന്ന് പറഞ്ഞ പോലെ. എന്നിട്ടിട്ട് ഒരു കാര്യമില്ല. കറി ഉണ്ടാക്കാൻ അയിമി തന്നെ വേണം. അയിമി കറി ഇത് കണ്ട ഇത് വേണം. അലക്കിയിട പോയി 40 ഗ്രാം അയിമി പൗഡർ ഉണ്ടായാൽ മതി. കറി ഗംഭീരം. അരക്കിലോ ചിക്കന് 40 ഗ്രാം അയിമി ചിക്കൻ കറി പൗഡറോ? അതെ, ചിക്കൻ കറി മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. ഫിഷ് വെക്കണമെങ്കിലും ബീഫ് വെക്കണമെങ്കിലും ഞാൻ തന്നെ വേണം. ഈശയിലെ പോലെ കുറച്ച് നേരത്തെ കൂട്ടി വയ്ക്കാം. ഇത് കണ്ടേ, ഇത് ബീഫിന്റെ ആണ്. ബീഫ് അടിപൊളിയോ ഇത് ഇട്ടോണ്ട് വെച്ച് കഴിഞ്ഞാല് മനസ്സിലായോ? ഇത് ബീഫിന്റെ. ഇത് കണ്ട ഇതിന്റെ ഇടകാനുണ്ട് സാധനം താഴെ പോണ്. ഇത് കണ്ട ഈ ഫിഷ്. നിങ്ങൾ ഈ കൂട്ടൻ സാധ്യ പറഞ്ഞു തന്നിരുന്നെങ്കിൽ നിങ്ങളുടെ ഉമ്മാന്റെ വായിന്ന് ഞാൻ കേൾക്കുമായിരുന്നു. നല്ല കറി വെച്ച് കൊടുക്കത്തില്ലായിരുന്നു. അതെ, എനക്ക് പറഞ്ഞാൽ പറ്റൂല. ഈ അറിയണം, ഇതിങ്ങനെ അറിയണം.